കർത്താവിന്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് ചിന്തിക്കുവിൻ. അതുപോലെ തന്നെ നിനക്ക് നഷ്ടപ്പെട്ടു പോയ കൃപയെ കുറിച്ച് ചിന്തിക്കുവിൻ. കർത്താവ് നിന്റെ ചിന്തകളെ വിശുദ്ധീകരിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ശാന്തമാകാം. ശാന്തതയിൽ പ്രാർത്ഥിക്കുക. ഉള്ളിലേക്ക് നന്നായി ശ്വാസം വലിച്ചെടുത്ത് ഇനി നമ്മൾ പാടുന്ന ഓരോ വരിയും നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓ പരിശുദ്ധാത്മാവേ, എന്റെ ചിന്തകളിൽ നിറയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എന്ന് നമ്മൾ പാടുന്നത്, അത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ചിന്തകളിൽ സംഭവിക്കുകയാണ്. ശിരസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രോഗപീഠകളെയും പ്രത്യേകമായി ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്രെയിൻ ട്യൂമർ ഉള്ളവരെ സമർപ്പിക്കുന്നു. മൈഗ്രെയിൻ തലവേദനയുള്ളവരെ സമർപ്പിക്കുന്നു. തലചുറ്റലുള്ളവരെ, ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടവരെ, മൈഗ്രെയിൻ രോഗപീഠകൾ, അതുപോലെ മെനഞ്ചൈറ്റിസ് രോഗപീഠയുള്ള ജോസഫ് എന്ന് പറയുന്ന ഒരു സഹോദരന് വേണ്ടി, മസ്തിഷ്ക ജ്വരം ബാധിച്ചൊരു സഹോദരന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇവിടെ എഴുതി വെച്ചിട്ടുള്ള അനേകം മക്കളിൽ ബ്രെയിൻ ട്യൂമർ ഉള്ള വ്യക്തികളുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ള ആ ബ്രെയിനിൽ ക്യാൻസർ ബാധിച്ച സഹോദരന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശിരസ്സുമായി ബന്ധപ്പെട്ട് ഉള്ള അസ്വസ്ഥതകള്, വേരിയേഷൻ ഉള്ളവർ, അപസ്മാരമുള്ള കുട്ടികൾക്ക് വേണ്ടി, മുതിർന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശിരസിലേക്ക് കർത്താവിന്റെ ചൈതന്യം. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എന്റെ ചിന്തകളിൽ വന്ന് നിറയണമേ. എന്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെട്ടാൽ, നിന്റെ ശിരസ് വിശുദ്ധീകരിക്കപ്പെട്ടാൽ, നിന്റെ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെട്ടാൽ, നിന്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടും, നിന്റെ ശരീരം വിശുദ്ധീകരിക്കപ്പെടും. നീ സൗഖ്യമുള്ളവനായി മാറും. നിന്നെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നൊരു വഴിയാണ് നിന്റെ ചിന്തകളെ വിശുദ്ധീകരിക്കുന്നത്. നിന്റെ ചിന്തയിലുള്ള മാലിന്യങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടി ഇതാ പ്രാർത്ഥിക്കുകയാണ്.